കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. സേവ് നമ്പർ തന്നെ. മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് അവൈലബിൾ ആണ്. കൂടാതെ പ്ലേലിസ്റ്റിലുള്ള മറ്റ് വീഡിയോസ് കാണുക. മെയിൻ്റനൻസും അതുപോലെ തന്നെ മെയിൻ്റനൻസ് തുകയും വിധിക്കുവാനായിട്ടുള്ള പൈസ എത്ര വേണമെന്ന് തീരുമാനിക്കുവാനായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകം ഇൻ കേസ് ഓഫ് സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺസ്. അതായത് സ്വയം തൊഴിൽ നടത്തുന്ന ഒരു ഭർത്താവാണെങ്കിൽ അയാളുടെ ഇൻകം എങ്ങനെ കണ്ടെത്താം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് വരുന്ന പോയിൻ്റാണ് 41ാമത്തെ പോയിൻ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമതായിട്ട് നേച്ചർ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ആ വ്യക്തിയുടെ സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള വ്യക്തിയുടെ ബിസിനസ് എന്ത് ബിസിനസ്സാണോ, അങ്ങനെ ആണെങ്കിൽ എന്ത് തരത്തിലുള്ള ബിസിനസ്സാണ്, പ്രൊഫഷനാണോ, അങ്ങനെ ഏത് പ്രൊഫഷനാണ് എന്നുള്ളത് മെൻഷൻ ചെയ്യണം. രണ്ടാമതായിട്ട് വെദർ ദ ബിസിനസ് ഓർ പ്രൊഫഷൻ ഈസ് ക്യാരിഡ് ഓൺ ആസ് ആൻ ഇൻഡിവിജ്വൽ, സോൾ പ്രൊപ്പർട്ടീരിയർഷിപ്പ് കൺസേൺ, പാർട്ട്ണർഷിപ്പ് കൺസേൺ, കമ്പനി ഓർ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, HUF, ജോയിൻറ്റ് ഫാമിലി ബിസിനസ് ഓർ ഇൻ എനി അതർ ഫോം. അപ്പോൾ അതിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നടത്തുന്നതാണോ, ഇൻഡിവിജ്വൽ ആണോ, സോൾ പ്രോപ്പർട്ടിയോർഷിപ്പ് കൺസേൺ ആണോ, സ്വന്തമായിട്ട് പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് ചെയ്യുന്ന പരിപാടിയാണോ, പാർട്ട്ണർഷിപ്പ് നടത്തുന്നുണ്ടോ, കമ്പനിയാണോ, ഓർ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, കുറേ പേഴ്സൺസ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു അസോസിയേഷൻ ആണോ, അതുപോലെ തന്നെ HUF ആണോ, ജോയിൻറ്റ് ഫാമിലി ബിസിനസ് ആണോ, കൂട്ടുകുടുംബ ബിസിനസ് ആണോ, അല്ലെങ്കിൽ വേറെ ഏത് തരത്തിലുള്ള ബിസിനസ് ആണ് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യണം. കൂടാതെ ഗീവ് പർട്ടിക്കുലേഴ്സ് ഓഫ് യുവർ ഷെയർ ഇൻ ദ ബിസിനസ് ഓർ പ്രൊഫഷൻ. ഈ മേൽപ്പറഞ്ഞ ആ ഒരു പ്രൊഫഷനിൽ നിങ്ങൾ ഭർത്താവ് എന്ന് പറഞ്ഞ വ്യക്തി എത്രമാത്രം ഷെയർ ആ ബിസിനസ്സിൽ അല്ലെങ്കിൽ ആ പ്രൊഫഷനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയണം. കൂടാതെ ഇൻ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് സ്പെസിഫൈ ദ ഷെയർ ഇൻ ദ പ്രോഫിറ്റ് ഓർ ലോസസ് ഓഫ് ദി പാർട്ട്ണർഷിപ്പ്. ഇതൊരു പാർട്ട്ണർഷിപ്പ് ഫേമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഉണ്ടാകുന്ന ലാഭനഷ്ട കണക്കുകൾ വ്യക്തമായി രേഖപ്പെടുത്തണം. കൂടാതെ ഇതൊരു ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ആയതുകൊണ്ട് നമ്പർ ഓഫ് എംപ്ലോയീസ്, എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മെൻഷൻ ചെയ്യണം. നാലാമതായിട്ട് ആനുവൽ ടേൺ ഓവർ അല്ലെങ്കിൽ ഗ്രോസ് റെസിപ്റ്റ്. ഒരു കൊല്ലത്തിലെ ഉണ്ടാക്കുന്ന മൊത്തം ടേൺ ഓവർ അല്ലെങ്കിൽ വരുമാനം എത്രയാണെന്നുള്ളത് എഴുതണം. കൂടാതെ അഞ്ചാമതായിട്ട് ഗ്രോസ് പ്രോഫിറ്റ്, മൊത്തം പ്രോഫിറ്റ്, ലാഭം എത്രയാണ്. ആറാമതായിട്ട് നെറ്റ് ഇൻകം, എത്ര ഇൻകം വരുന്നുണ്ട്. ഏഴാമതായിട്ട് ഇൻകം ടാക്സ് ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് എത്ര അടയ്ക്കുന്നു. എട്ടാമതായിട്ട് ഡീറ്റെയിൽസ് ആൻഡ് വാല്യൂ ഓഫ് ബെനിഫിറ്റ്സ് ഇൻ കൈൻഡ് പേർട്സ് ഓർ അതർ റെന്യൂമറേഷൻ, എക്സാമ്പിൾ പ്രൊവിഷൻ ഓഫ് കാർ, പേയ്മെൻറ്റ് ഓഫ് അക്കോമഡേഷൻ എക്സെട്ര. നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് മൂലമുണ്ടാകുന്ന ലാഭം എത്രയാണ്, മറ്റേതെങ്കിലും തരത്തിലുള്ള റെന്യൂമറേഷൻ വരുമാന മാർഗമുണ്ടോ, കാറ് ഉണ്ടോ, അതുപോലെ തന്നെ അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് പേയ്മെൻ്റ് ഉണ്ടോ എന്നുള്ളത് മെൻഷൻ ചെയ്യണം. ഒമ്പതാമതായിട്ട് എമൗണ്ട് ഓഫ് റെഗുലർ മന്ത്ലി വിഡ്രോവൽ ഓർ ഡ്രോയിങ്സ് എന്നാണ് പറയണത്. അതായത് ഓരോ മാസം ഈ ബിസിനസ്സിൽ നിന്നും നിങ്ങൾ എത്ര തുക വെച്ച് പിൻവലിക്കുന്നുണ്ട്, വിഡ്രോവൽ ഓർ ഡ്രോയിങ്സ് എന്നാണ് പറയുന്നത്. അപ്പം സ്വന്തമായി ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ BDS വേണ്ടിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഡെൻ്റൽ ക്ലിനിക്ക് നടത്താറുണ്ട്. എൻജിനീയേഴ്സ് ആണെന്നുണ്ടെങ്കിലും സ്വന്തമായിട്ടുള്ള ബിസിനസ് ഫേംസൊക്കെ നമ്മൾ നടത്താറുണ്ട്. അല്ല, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണ് ഇൻ കേസ് ഓഫ് സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺസ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എഴുതണം. നിങ്ങളുടെ വരവ്, ചെലവ്, ലാഭം, നഷ്ടം എല്ലാം കഴിഞ്ഞിട്ട് എത്രയാണോ നിങ്ങളുടെ വരുമാനം, ആ വരുമാനത്തിൻ്റെ 25% ആണ് വോളണ്ടറി ഡെസേർഷൻ എടുക്കാതെ വരുന്ന ഭാര്യയ്ക്ക് കൊടുക്കേണ്ട തുക. വോളണ്ടറി ഡെസേർഷൻ എടുത്തുകൊണ്ട് ഒരു ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണെങ്കിൽ CRPC സെക്ഷൻ 125(3) പ്രകാരം ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കേണ്ട, നോ മെയിൻ്റനൻസ് എന്നുള്ളത് തന്നെയാണ് CRPCയിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള പോയിന്റും കൂടി ഇവിടെ കൂട്ടി വായിക്കുക. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ സാലറിഡ് പേഴ്സൻ്റെയും സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺസിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത വീഡിയോയിൽ ബിസിനസ് അതുപോലെ തന്നെ പ്രൊഫഷൻ ഈസ് ക്യാരിഡ് ഓൺ ആസ് എ പാർട്ട്ണർഷിപ്പ് ഫേം, കമ്പനി, അങ്ങനെയുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.